കുടുംബ പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ സമീപകാലത്തായി ഏറെ വർദ്ധിച്ചിട്ടുണ്ട്. പുറമേ ചിരിച്ചു കാണുന്ന പലരും കടുത്ത മാനസിക സംഘർഷം ഉള്ളിൽ പേറുന്നവരാകാം. അത് പിന്നീട് അരിങ്കൊലകൾക്കും ആത്മഹത്യക്കുമൊക്കെ വഴിതെളിക്കുന്നു. പൊതുസമൂഹത്തിൽ നിരന്തരം ഇടപഴകുന്നവർ പോലും ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്ന് പലപ്പോഴും ഒപ്പമുള്ളവർ പോലും അറിയാറില്ല. കായംകുളത്ത് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ജീവനൊടുക്കിയത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രാദേശിക നേതാവാണ്. ആ വാർത്തയിലേക്കാണ് പോലീസ് പട്രോൾ ആദ്യം. സ്വാഗതം. കായംകുളത്ത് BJP പ്രാദേശിക നേതാവ് ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം ജീവനൊടുക്കി. BJP കായംകുളം നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി PK സജി, ഭാര്യ ബിനു എന്നിവരാണ് മരിച്ചത്. വൈകിട്ട് വീടിനുള്ളിലാണ് മൃതദേഹം കണ്ടത്. സജി മകൻ എഴുതിയ കത്ത് വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. കുടുംബ പ്രശ്നങ്ങളാണ് അതിക്രമത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. PK സജിയും ഭാര്യയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഇവരുടെ ഏകമകൻ കോയമ്പത്തൂരിൽ വിദ്യാർത്ഥിയാണ്. ഉച്ചയ്ക്ക് ശേഷം വീട്ടിലേക്ക് വിളിച്ചപ്പോൾ ആരും ഫോണെടുക്കാത്തതിനാൽ മകൻ അയൽവാസികളെ വിളിച്ച് കാര്യം തിരക്കുകയായിരുന്നു. തുടർന്ന് ഇവർ വീട്ടിലെത്തി പരിശോധിച്ചതോടെയാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ചോരയിൽ കുളിച്ച നിലയിലായിരുന്നു ഭാര്യ ബിനുവിന്റെ മൃതദേഹം. ഞാൻ ഈ സംഭവം അറിഞ്ഞത് അവിടെ താമസിക്കുന്ന ആളുടെ മോൻ വിളിച്ചപ്പോഴായിരുന്നു. അവരെ കാണുന്നില്ല, പിന്നെ അവരെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, ഇതോട്ട് സ്വിച്ച് ഓഫ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ന് അകത്ത് നോക്കിയപ്പോഴാണ് ആ ടീച്ചറാണെങ്കിൽ കമന്ന് കിടക്കുന്നതായിട്ട് കണ്ടത്, ബ്ലഡിനകത്ത്. മറ്റേ ആളെ ഞാൻ കണ്ടില്ല, അത് കണ്ടപ്പോഴേ എനിക്ക് പോകുന്നത്. ഒരു 3:30 കഴിഞ്ഞാണ്. സജിക്ക് 48 വയസ്സും ഭാര്യയ്ക്ക് 42 വയസ്സുമാണ്. ഭാര്യയെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം സജി ജീവനൊടുക്കിയതാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി സമീപവാസികളും പറയുന്നു. പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. BJP പ്രാദേശിക നേതാവായ സജി 2 മാസത്തോളമായി പാർട്ടിയിൽ സജീവമല്ലായിരുന്നുവെന്നാണ് വിവരം. ന്യൂസ് 18 കായംകുളം. സൗഹൃദത്തിൽ നിന്ന് പിന്മാറിയതിനെ തുടർന്ന് യുവതിയെയും പിതാവിനെയും യുവാവ് കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചു. വയനാട് അമ്പലവയൽ സ്വദേശി പൗലോസ്, മകൾ നിഷ എന്നിവർ ഗുരുതര പരിക്കുകളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രതി നരിക്കുണ്ട് സ്വദേശി ഷോബിഷിനെ അമ്പലവയൽ പോലീസ് അറസ്റ്റ് ചെയ്തു. അമ്പലവയൽ കുറ്റിക്കൈതയിൽ കഴിഞ്ഞ ദിവസം രാത്രി 7ഓടെയാണ് സംഭവം. ഓട്ടോറിക്ഷയുമായി നിഷയുടെ വീട്ടിലെത്തിയ പ്രതി ഷോബിഷ് യുവതിയുമായി തർക്കത്തിലേർപ്പെടുകയും പിന്നീട് കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് കുത്തുകയുമായിരുന്നു. തടയാനെത്തിയ പിതാവ് പൗലോസിനെയും പ്രതി കുത്തി. ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും ആദ്യം ബത്തേരി താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പ്രദേശവാസികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ അമ്പലവയൽ പോലീസ് പ്രതിയെ സംഭവ സ്ഥലത്ത് നിന്ന് പിടികൂടുകയായിരുന്നു. ഏകദേശം 7 മണി സമയത്ത് ഇവിടുന്ന് ഒരു ഒച്ചയിട്ട് കുട്ടികളും അച്ഛനുണ്ടായിരുന്നു. അപ്പോൾ ഒച്ചയിട്ടപ്പോൾ കുത്തലെന്ന് പറയുന്നിട്ടപ്പോൾ ഇവർ ഓടി വന്ന് നോക്കിയപ്പോൾ കുത്തിയിട്ടുണ്ട്. നല്ലവർക്ക് പറഞ്ഞാൽ ഒരാളെ കുടൽ പുറത്തു വന്നിട്ടുണ്ട്. ഇവരെ ഈ അച്ഛൻ്റെ. ഷോബിഷും നിഷയുമായി വർഷങ്ങളായി സൗഹൃദത്തിലായിരുന്നു. പിന്നീട് ഈ സൗഹൃദത്തിൽ നിന്ന് നിഷ പിന്മാറി. ഇതിലുള്ള വൈരാഗ്യമാണ് അക്രമത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറഞ്ഞു. പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. കുത്താൻ ഉപയോഗിച്ച ആയുധവും സ്ഥലത്തു നിന്ന് കണ്ടെത്തി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 വയനാട്. തിരുവനന്തപുരം പാറശാലയിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ യുവതിയെ മർദ്ദിച്ചെന്ന് പരാതി. പാറശാല കൃഷി ഓഫീസിലെ താൽക്കാലിക ജീവനക്കാരി സരിതയ്ക്കാണ് മർദ്ദനമേറ്റത്. ഓട്ടോ ഡ്രൈവർ അനുവിനെ പാറശാല പോലീസ് കസ്റ്റഡിയിലെടുത്തു. പാറശാല പുത്തൻകടയ്ക്ക് സമീപത്തായിരുന്നു സംഭവം. കൃഷി ഓഫീസിലെ താൽക്കാലിക ജീവനക്കാരിയായ സരിത ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോകാനായാണ് ഓട്ടോറിക്ഷ വിളിച്ചത്. സവാരി കഴിയാറായപ്പോൾ തന്നോട് മോശമായി പെരുമാറിയ ഓട്ടോറിക്ഷ ഡ്രൈവർ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ പിടിച്ചുവാങ്ങാൻ ശ്രമിച്ചെന്ന് യുവതി പറയുന്നു. തുടർന്ന് ഓട്ടോറിക്ഷയുടെ താക്കോൽ സരിത കൈക്കലാക്കിയ പ്രകോപനത്താൽ മർദ്ദിച്ചെന്നാണ് പരാതി. യുവതി പാറശാല താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്.
സ്റ്റാൻഡിലൊരു ഓട്ടോയിൽ പോയതാണ്. പോയപ്പോഴത്തേക്കും സൈറ്റ് എത്തിയപ്പോൾ ഓട്ടോ നിർത്തി. പക്ഷേ ഫോൺ ഉണ്ടായിരുന്നു, മേടിച്ചിട്ടു. ഫോണ് ഞാൻ ചോദിച്ചപ്പോൾ ഫോണ് തരത്തില്ലെന്ന് പറഞ്ഞു. ആ ഫോണ് തരാൻ വേണ്ടി ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞു, എന്നിട്ടും തന്നില്ല. അപ്പം ഞാൻ ഓട്ടോയുടെ കീ എടുത്തു. ഓട്ടോ കീ എടുത്തിട്ട് ഞാൻ പറഞ്ഞു ഓട്ടോ ഫോണ് തന്നാലേ കീ തരത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ കുറേ പ്രാവശ്യം ഉപദ്രവിച്ചു. ഓട്ടോറിക്ഷ ഡ്രൈവർ അനുവിനെ പാറശാല പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഓട്ടോറിക്ഷയും കസ്റ്റഡിയിലാണ്. ഇരുവരും തമ്മിൽ മുൻപരിചയമുണ്ടെന്ന് പോലീസ് പറയുന്നു. സംഭവത്തിന്റെ നിജസ്ഥിതി അന്വേഷിച്ചു വരുന്നതായി പാറശാല പോലീസ് പറഞ്ഞു. ന്യൂസ് 18 നെയ്യാറ്റിൻകര. കോഴിക്കോട് വടകരയിൽ ലഹരിമരുന്ന് ഉപയോഗത്തെ തുടർന്ന് യുവാക്കൾ നടുറോഡിൽ ഏറ്റുമുട്ടി. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. വടകര താഴെയങ്ങാടി സ്വദേശി ഹിജാസിനാണ് പരിക്കേറ്റത്. സംഭവത്തിൽ തമിഴ്നാട് സ്വദേശി അജിയെ വടകര പോലീസ് കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ ദിവസം വൈകിട്ട് ആളുകൾ നോക്കി നിൽക്കവെയാണ് യുവാക്കൾ പരസ്പരം ആക്രമിച്ചു പരിക്കേൽപ്പിച്ചത്. വടകര ടൗണിൽ പുതിയ സ്റ്റാൻഡിനോട് ചേർന്ന ദേശീയപാതയിലാണ് സംഭവം. വടകര താഴെയങ്ങാടി സ്വദേശി മുക്രിവളപ്പിൽ 25-കാരനായ ഹിജാസിന് കുപ്പിമുറി കൊണ്ട് കുത്തേറ്റു. ഇയാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ തമിഴ്നാട് സ്വദേശി അജിയെ വടകര പോലീസ് കസ്റ്റഡിയിലെടുത്തു. നാട്ടുകാർ ഇടപെട്ടിട്ടും യുവാക്കൾ ഏറ്റുമുട്ടൽ തുടരുകയായിരുന്നു. രണ്ടുപേരും സ്ഥിരമായി ലഹരിമരുന്ന് ഉപയോഗിക്കുന്നവരാണെന്ന് പോലീസ് പറഞ്ഞു. വാക്കുതർക്കത്തെ തുടർന്നാണ് പോർവിളിയും അക്രമവും ഉണ്ടായത്. മേഖലയിൽ യുവാക്കൾക്കിടയിൽ ലഹരി ഉപയോഗവും സംഘർഷങ്ങളും പതിവായെന്ന് പരാതിയുണ്ട്. ന്യൂസ് 18 വടകര. സമൂഹ മാധ്യമങ്ങളിൽ ഹാക്കർമാർ ഉയർത്തുന്ന ഭീഷണി ചെറുതല്ല. അധികം ഫോളോവേഴ്സുള്ള പല ഫേസ്ബുക്ക് പേജുകളും ഹാക്ക് ചെയ്യുന്നത് പതിവാണ്. ഏറ്റവും ഒടുവിൽ ഹാക്ക് ചെയ്യപ്പെട്ടത് LDF കൊല്ലം ജില്ലാ ഘടകത്തിന്റെ FB പേജാണ്. പേജിൽ നിറയെ അശ്ലീല വീഡിയോകൾ നിറഞ്ഞത് മുന്നണി നേതാക്കളെയും അണികളെയും ഞെട്ടിച്ചിട്ടുണ്ട്. LDF ജില്ലാ നേതൃത്വം സൈബർ സെല്ലിൽ പരാതി നൽകിയെങ്കിലും പേജ് തിരിച്ചുപിടിക്കാനായിട്ടില്ല. LDF കൊല്ലം എന്ന ഔദ്യോഗിക FB പേജിൽ ഈ മാസം 15 മുതൽ അശ്ലീല ദൃശ്യങ്ങൾ പോസ്റ്റ് ചെയ്യപ്പെട്ടതോടെയാണ് ഹാക്ക് ചെയ്ത വിവരം പുറത്തറിയുന്നത്. LDF ജില്ലാ കമ്മിറ്റിയുടെ പേജ് തിരിച്ചെടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചിരുന്ന പേജാണ് ഹാക്ക് ചെയ്യപ്പെട്ടത്. അശ്ലീല ദൃശ്യങ്ങൾ പേജിലൂടെ പ്രചരിക്കുന്നതിനെതിരെ നിരവധി കമന്റുകളും പേജിൽ വരുന്നുണ്ട്. സൈബർ സെല്ലിന് പരാതി നൽകിയിട്ടുണ്ടെങ്കിലും പേജ് ബ്ലോക്ക് ചെയ്യാൻ പോലും സാധിച്ചിട്ടില്ല. 21,000 ഫോളോവേഴ്സാണ് ഈ പേജിനുള്ളത്. ഫേസ്ബുക്ക് പേജുകൾ ഹാക്ക് ചെയ്യപ്പെടുന്നതുമായി ബന്ധപ്പെട്ട നിരവധി പരാതികളാണ് സൈബർ സെല്ലിൽ ലഭിച്ചിരിക്കുന്നത്. പേജിൽ പരസ്യം നൽകി വരുമാനം വർദ്ധിപ്പിച്ചു തരാം എന്നുള്ള സന്ദേശമാകും ആദ്യമെത്തുക. സന്ദേശത്തോടൊപ്പം അയക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാനും ആവശ്യപ്പെടും. ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഉടൻ ഫേസ്ബുക്ക് പേജിന്റെ ബിസിനസ് അക്കൗണ്ടിൽ ഹാക്കർമാരുടെ പേരുകളും മെയിൽ ഐഡിയും രജിസ്റ്റർ ചെയ്യപ്പെടും. പേജിന്റെ പൂർണ്ണമായ നിയന്ത്രണം ഹാക്കർമാരിൽ എത്തിച്ചേരും. എസ് വിനീഷ്, ന്യൂസ് 18 കൊട്ടാരക്കര. BJP നേതാവ് രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസിൽ മുഴുവൻ പ്രതികളും കുറ്റക്കാരെന്ന് കോടതി. SDPI പ്രവർത്തകരായ 15 പ്രതികൾക്കെതിരെയും മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി കൊലക്കുറ്റം ചുമത്തി. വിധിയിൽ സന്തോഷമുണ്ടെന്ന് രഞ്ജിത്തിന്റെ കുടുംബം പ്രതികരിച്ചു. പ്രതികൾക്കുള്ള ശിക്ഷ തിങ്കളാഴ്ച പ്രഖ്യാപിക്കും. കൃത്യമായ ആസൂത്രണത്തോടെ നടപ്പിലാക്കിയ ക്രൂര കൊലപാതകമെന്നതായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. കൊലപാതകം, ഗൂഢാലോചന, ദൃക്സാക്ഷികളെ അപായപ്പെടുത്താൻ ശ്രമിച്ചതടക്കം പോലീസ് ചുമത്തിയ മുഴുവൻ വകുപ്പുകളും നിലനിൽക്കുമെന്ന് കോടതി കണ്ടെത്തി. വയലാറിൽ RSS പ്രവർത്തകൻ നന്ദു കൃഷ്ണ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാൽ കൊല ചെയ്യപ്പെട്ട ശേഷം തിരിച്ചടിയുണ്ടായാൽ പ്രത്യാക്രമണം നടത്തേണ്ടവരുടെ ലിസ്റ്റിൽ ഒന്നാമനായി SDPI പ്രവർത്തകർ തിരഞ്ഞെടുത്തത് രഞ്ജിത്തിന്റെ പേരായിരുന്നുവെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഇത് കരുതിക്കൂട്ടിയാണ് കൊലപാതകമെന്ന പ്രോസിക്യൂഷൻ വാദം സ്ഥിരീകരിക്കുന്നതാണ്.
90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ച കേസിൽ പോലീസ് അന്വേഷണവും വേഗത്തിലായിരുന്നു. കേസിലെ പ്രോസിക്യൂഷന് ചാർജ് ഷീറ്റിൽ ആരോപിച്ചിട്ടുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും പ്രതികൾക്കെതിരായി സംശയലേശമന്യേ തെളിയിക്കാൻ സാധിച്ചതായിട്ടാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ രഞ്ജിത്ത് ശ്രീനിവാസനെ പുരയ്ക്കകത്ത് കയറി കൊലപ്പെടുത്താൻ നേതൃത്വം കൊടുത്ത 1 മുതൽ 8 വരെ പ്രതികൾക്ക് 302 എന്ന് പറയുന്ന കൊലപാതക കുറ്റം നേരിട്ട് തെളിയാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 9 മുതൽ 12 വരെ പ്രതികൾ, അകത്ത് കയറിയ 1 മുതൽ 8 വരെ പ്രതികൾക്ക് സഹായികളായി പുറത്തു നിന്ന 9 മുതൽ 12 വരെ പ്രതികളെ ഇന്ത്യൻ ശിക്ഷാ നിയമം 149 വകുപ്പിന്റെ സഹായത്തിൽ അവർക്കെതിരെയും കൊലക്കുറ്റം തെളിഞ്ഞിട്ടുള്ളതായി കോടതി കണ്ടെത്തി കഴിഞ്ഞു. വിധിയിൽ സന്തോഷമുണ്ടെന്നും പരമാവധി ശിക്ഷ പ്രതീക്ഷിക്കുന്നതായും രഞ്ജിത്തിന്റെ കുടുംബം പ്രതികരിച്ചു. നമ്മളെ പരമാവധി ബുദ്ധിമുട്ടിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം അവർ കേസ് നീട്ടാനും പല പ്രാവശ്യം സ്റ്റേയും കാര്യങ്ങളും എല്ലാമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടിച്ചു. എന്നാലും കോടതി അതിനെല്ലാം മേലെ സത്യത്തിൽ കണ്ടെത്തി എന്നുള്ളൊരു ആശ്വാസമാണ് ശരിക്കും. SDP സംസ്ഥാന നേതാവ് ഷാൻ കൊല്ലപ്പെട്ടതിന്റെ മണിക്കൂറുകൾ വ്യത്യാസത്തിലായിരുന്നു 2019 ഡിസംബർ 19 രാവിലെ 6:30 OBC മോർച്ച നേതാവ് രഞ്ജിത്തും കൊല ചെയ്യപ്പെടുന്നത്. വെള്ളക്കിണറിലെ വീട്ടിൽ ഭാര്യയുടെയും അമ്മയുടെയും 13 വയസ്സുള്ള മകളുടെയും മുന്നിൽ വെച്ചായിരുന്നു കൊലപാതകം. കൂടം കൊണ്ടടിച്ചും മാരകായുധങ്ങൾ ഉപയോഗിച്ച് വെട്ടിയും മുഖം തിരിച്ചറിയാൻ പോലും ആകാത്ത രീതിയിലായിരുന്നു ക്രൂരകൃത്യം SDP പ്രവർത്തകരായ പ്രതികൾ നടപ്പിലാക്കിയത്. കോടതി മാറ്റം ആവശ്യപ്പെട്ടും അഭിഭാഷകരെ ലഭ്യമല്ലെന്നും ചൂണ്ടിക്കാട്ടി വിചാരണ നീട്ടിവെക്കാനായി പ്രതികൾ സുപ്രീം കോടതിയടക്കം സമീപിച്ചതിനു ശേഷമാണ് വിചാരണ പൂർത്തിയാക്കി മാവേലിക്കര സെഷൻസ് കോടതി ജഡ്ജി G. ശ്രീദേവി കേസിൽ വിധി പറഞ്ഞത്. ഷാൻ വധക്കേസും ആലപ്പുഴ സെഷൻസ് കോടതി അടുത്ത മാസം 2-ന് പരിഗണിക്കും. പതിമൂന്ന് വയസ്സുകാരിയായ മകളുടെയും അമ്മയുടെയും ഭാര്യയുടെയും മുന്നിൽ വെച്ച് രഞ്ജിത്ത് ശ്രീനിവാസൻ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട കേസിൽ SDP പ്രവർത്തകരായ 15 പ്രതികൾക്കും കൊലപാതക കുറ്റത്തിൽ നേരിട്ട് പങ്കുണ്ടെന്നുള്ളതാണ് മാവേലിക്കര കോടതി കണ്ടെത്തിയിരിക്കുന്നത്. തിങ്കളാഴ്ച പ്രതിഭാഗം വാദം കൂടി കേട്ടതിനു ശേഷം കേസിൽ ശിക്ഷാവിധി പറയും. ക്യാമറമാൻ മനോജിനൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കാസർഗോഡ് പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ പിതാവിന് നേരെ പ്രതിയുടെ ഭീഷണി. അപ്പീൽ പരിഗണിക്കുമ്പോൾ ഹൈക്കോടതിയിൽ മൊഴി മാറ്റി പറയണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഭീഷണി. 61 വർഷം തടവിന് കോടതി ശിക്ഷിച്ച പ്രതിയുടെ ഭീഷണി സന്ദേശം എത്തിയത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നാണെന്നാണ് സംശയം. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. ചിറ്റാരിക്കൽ പോലീസ് ഇൻസ്പെക്ടർ രഞ്ജിത്ത് രവീന്ദ്രൻ അന്വേഷണം നടത്തി 61 വർഷം തടവിന് കോടതി ശിക്ഷിച്ച പ്രതി ഇരയുടെ പിതാവിനെ ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതി. പ്രതിയുടെ ഭീഷണി സന്ദേശമെത്തിയത് ജയിലിൽ നിന്നാണ് എന്നാണ് സംശയം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ കേസിൽ ശിക്ഷ അനുഭവിക്കുന്ന അതിഥി തൊഴിലാളി പശ്ചിമബംഗാൾ സ്വദേശി ഇൻസമാം ഉൾ ഹക്ക് എന്ന രാജീവനാണ് മൊബൈൽ ഫോണിൽ വിളിച്ച് 2 തവണ ഭീഷണിപ്പെടുത്തിയത്. കണ്ണൂർ ജയിലിൽ അടച്ചിട്ടുള്ള പ്രതി കഴിഞ്ഞ ഡിസംബർ 25-നും ജനുവരി 16-നുമാണ് ഭീഷണിപ്പെടുത്തിയത്. അപ്പീൽ നൽകി ഹൈക്കോടതി കേസ് പരിഗണിക്കുമ്പോൾ മൊഴി മാറ്റി പറയണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ഭീഷണി. മൊഴി മാറ്റിയില്ലെങ്കിൽ ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞതായും പെൺകുട്ടിയുടെ പിതാവിന്റെ പരാതിയിൽ പറയുന്നു. പരാതിയിൽ ചിറ്റാരിക്കൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ഏതാനും മാസം മുമ്പാണ് ഹോസ്ദുർഗ് പോക്സോ കോടതി പ്രതിയെ 61 വർഷം തടവിനും 2,10,000 രൂപ പിഴയടയ്ക്കാനും ശിക്ഷിച്ചത്. പിഴയടച്ചില്ലെങ്കിൽ 11 മാസം അധിക തടവ് അനുഭവിക്കാനും കോടതി വിധിച്ചിരുന്നു. 2017 ആഗസ്റ്റിൽ ചിറ്റാരിക്കൽ സ്റ്റേഷൻ പരിധിയിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. 12 വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലാണ് ശിക്ഷ വിധിച്ചത്. പെൺകുട്ടിയുടെ പുതിയതായി പണിയുന്ന വീടിന്റെ തേപ്പ് പണി കരാറെടുത്ത പ്രതി പലതവണ പീഡിപ്പിച്ചെന്നാണ് കേസ്. കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയായിരുന്നു പെൺകുട്ടിയെ ലൈംഗിക പീഡനത്തിന് വിധേയയാക്കിയത്. ന്യൂസ് 18 കാസർഗോഡ്. വിവാഹ തട്ടിപ്പ് വീരൻ കുറ്റിപ്പുറം സ്വദേശി അബ്ദുൾ നാസറിന്റെ പേരിൽ മലപ്പുറം വണ്ടൂരിലും പരാതി. നിലവിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതിയെ വണ്ടൂർ സ്വദേശിനിയുടെ പരാതിയിൽ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. വിവാഹ വാഗ്ദാനം നൽകി 50,000 രൂപയും 2 പവന്റെ സ്വർണ്ണമാലയും തട്ടിയെടുത്തുവെന്നാണ് പരാതി.
വിവാഹ തട്ടിപ്പിന്റെ പേരിൽ വണ്ടൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതി നിലവിൽ കാളിക്കാവ് പോലീസ് സമാന സംഭവത്തിലെടുത്ത കേസിൽ റിമാൻഡിൽ കഴിയുകയാണ്. തുടർന്നാണ് വണ്ടൂർ പോലീസ് പ്രതിയായ കുറ്റിപ്പുറം സ്വദേശി പാപ്പിനിശ്ശേരി അബ്ദുൽ നാസറിനെ കസ്റ്റഡിയിൽ വാങ്ങിയത്. വിവാഹ വാഗ്ദാനം നൽകിയ പ്രതി വണ്ടൂർ സ്വദേശിനിയിൽ നിന്ന് 2 പവൻ മാലയും 50,000 രൂപയും തട്ടിയെടുത്തു എന്നാണ് പരാതി. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് അബ്ദുൽ നാസർ യുവതിയെ വിവാഹം കഴിക്കാനാണ് എന്ന വ്യാജേന പരിചയപ്പെട്ട സൗഹൃദം സ്ഥാപിക്കുന്നത്. തുടർന്ന് പണവും ആഭരണവും കൈക്കലാക്കിയ പ്രതി പിന്നീട് മുങ്ങുകയായിരുന്നു. ഇതോടെയാണ് യുവതി വണ്ടൂർ പോലീസിൽ പരാതി നൽകിയത്. ഇയാളുടെ പേരിൽ വിവിധ ജില്ലകളിലായി സമാന കേസുകൾ നിലവിലുണ്ട്. ന്യൂസ് 18 മലപ്പുറം. ഭർത്തൃവീട്ടിലെ പീഡനത്തെ തുടർന്ന് തിരുവനന്തപുരം തിരുവല്ലത്ത് 22-കാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതികളെ പിടികൂടാനാകാതെ പോലീസ്. സംഭവം നടന്ന് 1 മാസം പിന്നിടുമ്പോഴും പ്രതികളെ പിടികൂടാൻ കഴിയാത്തത് ഉന്നത സ്വാധീനം മൂലമാണെന്ന് യുവതിയുടെ മാതാപിതാക്കൾ ന്യൂസ് 18നോട് പ്രതികരിച്ചു. പ്രതികൾക്കായി അന്വേഷണം സംസ്ഥാനത്തിന് പുറത്തേക്ക് വ്യാപിപ്പിച്ചതായാണ് പോലീസ് പറയുന്നത്. ഇക്കഴിഞ്ഞ ഡിസംബർ 26-നാണ് 22-കാരിയായ ഷഹന ആത്മഹത്യ ചെയ്തത്. പിന്നാലെ ഭർത്താവിനും കുടുംബത്തിനുമെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഷഹനയുടെ ബന്ധുക്കൾ രംഗത്തെത്തിയിരുന്നു. എന്നാൽ 1 മാസം പിന്നിടുമ്പോഴും പ്രതികൾ കാണാമറയത്താണ്. ഭർത്താവ് നൌഫലിനെയോ നൌഫലിന്റെ മാതാപിതാക്കളെയോ പിടികൂടാൻ തിരുവല്ലം പോലീസിനായിട്ടില്ല. ഇതിനിടെ അന്വേഷണ വിവരങ്ങൾ പ്രതികൾക്ക് ചോർത്തി നൽകിയതിന് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയുണ്ടായിരുന്നു. തെളിവ് നശിപ്പിക്കാൻ പോലീസ് കൂട്ടുനിൽക്കുകയാണോ എന്ന സംശയമുണ്ടെന്നും അന്വേഷണ സംഘത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നും ഷഹനയുടെ ഉമ്മ ന്യൂസ് 18നോട് പറഞ്ഞു. ഇത്രയും അന്വേഷണവും ഇതെല്ലാം ഉണ്ടായിട്ടും ഇങ്ങനെ വരുന്നതെങ്കിൽ എല്ലാം അവരുടെ പണത്തിന്റെ സ്വാധീനം കൊണ്ടുള്ള കളി തന്നെ. ഞങ്ങളുടെ കുഞ്ഞിന് നീതി കിട്ടണം. ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ഞങ്ങൾ നേരിടും. കടയ്ക്കൽ നവാസ് എന്ന് പറഞ്ഞ് ആദ്യം അയാളാണ് പിന്നെ പോലീസുകാരനാണ് സഹായിച്ചിരുന്നത്. അപ്പോൾ അവരെ സസ്പെൻഡ് ചെയ്തു. പിന്നെ ഇപ്പോൾ പലരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കണം. അതല്ലാതെ ഇത്രയും മറഞ്ഞു നിൽക്കാനായിട്ട് അവർക്ക് സാധിക്കില്ലല്ലോ. ഭർത്തൃവീട്ടിലെ പ്രശ്നങ്ങളെ തുടർന്ന് ഷഹന 3 മാസമായി സ്വന്തം വീട്ടിലായിരുന്നു. നൌഫലിന്റെ വീട്ടിൽ നടന്ന സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന ആവശ്യം നിരസിച്ചതോടെ ഭർത്താവ് ഷഹനയുടെ വീട്ടിലെത്തി 1.5 വയസ്സുള്ള കുഞ്ഞിനെ കൊണ്ടുപോയി. ഇതിന് പിന്നാലെയായിരുന്നു ആത്മഹത്യ. ന്യൂസ് 18 തിരുവനന്തപുരം. വയനാട്ടിലെ ആദിവാസി യുവാവ് വിശ്വനാഥന്റെ ദുരൂഹമരണത്തിൽ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് തള്ളി കുടുംബം. വിശ്വനാഥൻ ആത്മഹത്യ ചെയ്യില്ലെന്ന് സഹോദരനും ക്രൈംബ്രാഞ്ചിന്റെ വിശദ റിപ്പോർട്ട് കിട്ടിയ ശേഷം തുടർ നടപടിയിലേക്ക് കടക്കുമെന്ന് ആക്ഷൻ കൗൺസിലും പ്രതികരിച്ചു. വിശ്വനാഥന്റെ മരണത്തിന് ആൾക്കൂട്ട വിചാരണ കാരണമായിട്ടില്ലെന്നാണ് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 11-നാണ് ആദിവാസി യുവാവായ വിശ്വനാഥനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭാര്യയുടെ പ്രസവത്തിന് കൂട്ടിരിപ്പുകാരനായി എത്തിയ വിശ്വനാഥന് ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഇല്ലെന്നും അന്വേഷണം തുടക്കത്തിൽ തന്നെ അട്ടിമറിക്കുന്നുണ്ടായിരുന്നുവെന്നും സഹോദരൻ വിനോദ് പറയുന്നു. ആൾക്കൂട്ട വിചാരണയ്ക്കോ അതിക്രമത്തിനോ തെളിവില്ലെന്ന് പറഞ്ഞ് അന്വേഷണം അവസാനിപ്പിക്കുന്നത് കടുത്ത അനീതിയാണെന്നാണ് കുടുംബത്തിന്റെ വിശദീകരണം. ഏട്ടൻ അങ്ങനെ തൂങ്ങി മരിക്കുന്ന സമയത്ത് എന്നെ വിളിച്ചു വരണ്ട, നാളെ ഞങ്ങൾ ഡിസ്ചാർജ് ആക്കിയാണ്ട് വരികയാണ്. 2 മണിക്കൂർ മുന്നേ 3 മണിക്കൂർ മുന്നേ തന്നെ വിളിച്ചു വരേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ഡിസ്ചാർജ് ആക്കി വരികയാണ്. നീ ഇപ്പോൾ പണിക്ക് പോയിക്കോ, പാഞ്ഞിട്ടിക്കൊണ്ട് വരണ്ടെന്ന് പറയേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് ഒരു കൊച്ചിനെ ഒരു 10 മിനിറ്റ് കണ്ട് തൂങ്ങി ഒരിക്കലും ഒരാൾ മരിക്കില്ല. ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം പഴയ പോലീസ് അന്വേഷിച്ചമാർ തന്നെയാണ് ഇത് അന്വേഷണം നിർത്തിയിട്ടുള്ളത്. ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട്, ഒരു കഥ എഴുതിയിട്ട് തിരക്കഥയും വെച്ചിട്ട് അത് അഭിനയിക്കാൻ വന്നതാണ് ക്രൈംബ്രാഞ്ച്. അത് അഭിനയിച്ചവർ തീർത്ത് ഒരു പരിപാടി നിർത്തി. എല്ലാം അഭിനയിക്കാൻ മാത്രം വന്നാണ് ക്രൈംബ്രാഞ്ച്. ഒരു അന്വേഷിച്ചിട്ടില്ല എന്നാണ് 99% എനിക്ക് തോന്നുന്നത്. നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് ആക്ഷൻ കൗൺസിലിന്റെയും തീരുമാനം. ഈ മരണത്തിന്റെ പിന്നിലെ ദുരൂഹത വെളിപ്പെടുത്തുന്നതിനായി കൂടുതൽ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കാനും വയനാട്ടിലെ ആദിവാസി ജനവിഭാഗങ്ങളോട് പല ദുരൂഹ സാഹചര്യത്തിൽ ഇപ്പോൾ കുടക് തൊഴിലിടങ്ങളിൽ പോയി മരിക്കുന്നത് അടക്കമുള്ള ആദിവാസി വംശഹത്യക്കെതിരെ
ഒരു സമര പരിപാടികളും തുടർ നിയമ നടപടികളുമായി മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ആക്ഷൻ കൗൺസിൽ തീരുമാനിക്കുന്നത്. ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്ന് കുടുംബത്തിന്റെ പരാതിയെ തുടർന്നാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തത്. ഒപ്പം ജനിച്ചു വളർന്ന സഹോദരന്റെ മരണത്തിന് കാരണക്കാരനായവൻ ഇപ്പോഴും പുറത്തുണ്ടെന്ന് വിശ്വസിക്കുകയാണ് വിനോദും വിശ്വനാഥിന്റെ കുടുംബവും. ന്യൂസ് 18 വയനാട്. പൊന്നാനിയിൽ ജനങ്ങളെ ഭീതിയിലാക്കി മോഷ്ടാക്കളുടെ വിളയാട്ടം. പുഴമ്പ്രം BM മേഖലകളിലെ 9 കടകളിലും ക്ഷേത്രത്തിലും കഴിഞ്ഞ ദിവസം മോഷണം നടന്നു. മോഷണം പതിവായിട്ടും പോലീസ് നിഷ്ക്രിയമാണെന്ന ആരോപണവുമായി വ്യാപാരികൾ രംഗത്തെത്തി. സൂപ്പർ മാർക്കറ്റ്, ബേക്കറി തുടങ്ങിയ 9 കടകളിലും പതിയാർത്ത അമ്പലത്തിലുമാണ് മോഷണം നടന്നത്. സൂപ്പർ മാർക്കറ്റ്, ബേക്കറി എന്നിവിടങ്ങളിൽ നിന്നായി 15,000 രൂപയോളമാണ് നഷ്ടമായത്. കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് വ്യാപകമായ മോഷണം നടന്നത്. കടകളുടെ പൂട്ട് തകർത്താണ് മോഷണസംഘം അകത്ത് പ്രവേശിച്ചതെന്ന് പോലീസ് പറയുന്നു. തുടർച്ചയായ 3 ദിവസങ്ങളിൽ നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ മോഷണം നടന്നിട്ടും മോഷ്ടാക്കളെ പിടികൂടാൻ പോലീസിന് സാധിക്കാത്തതിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. കടകൾ കുത്തിത്തുറക്കുന്ന മോഷ്ടാക്കളുടെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ട് പോലും മോഷണങ്ങൾ നടക്കുന്നത് പോലീസിന്റെ നിഷ്ക്രിയത്വം മൂലമാണെന്നാണ് വ്യാപാരികളുടെ ആക്ഷേപം. വ്യാപാരികളെയും നാട്ടുകാരെയും ഭീതിയിലാക്കിയ മോഷ്ടാക്കളെ പിടികൂടാൻ സാധിക്കാത്തത് പോലീസിന്റെ പിടിപ്പുകേടാണെന്ന് കേരള വ്യാപാരി വ്യവസായ സമിതി കുറ്റപ്പെടുത്തി. സ്ഥിരം മോഷ്ടാക്കളാണ് സംഭവത്തിന് പിന്നിലെന്ന് സംശയമുണ്ട്. പെട്രോളിംഗ് നടക്കുന്നതിനിടെയാണ് പുഴമ്പ്രം BM മേഖലകളിൽ മോഷണം നടന്നത്. അതേസമയം പോലീസ് അന്വേഷണം ഊർജിതമാണെന്നും രാത്രി പെട്രോളിംഗ് ഉൾപ്പെടെ ശക്തമാണെന്നും പൊന്നാനി പോലീസ് അറിയിച്ചു. ന്യൂസ് 18 തിരൂർ. കണ്ണൂർ നഗരത്തിൽ വീണ്ടും വൻ കവർച്ച. കണ്ണോത്തുംചാലിലെ അപ്പാർട്ട്മെന്റിൽ നിന്ന് 432 ഗ്രാം സ്വർണം കവർന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. കണ്ണൂർ നഗരത്തിലെ കണ്ണോത്തുംചാലിലെ ലൈവ് ഷോർ അപ്പാർട്ട്മെന്റിലാണ് കവർച്ച നടന്നത്. സ്റ്റാർ ഗോൾഡ് മാനേജിംഗ് പാർട്ണർ നിശ്ചൽ പ്രവീൺ വസന്ത് വാടകയ്ക്കെടുത്ത അപ്പാർട്ട്മെന്റിലായിരുന്നു കവർച്ച. ഇവിടെ നിന്ന് 432 ഗ്രാം സ്വർണമാണ് അപഹരിച്ചത്. തൊട്ടടുത്ത മുറിയുടെ വാതിലും തകർത്ത നിലയിലാണ്. മോഷണ വിവരം രാവിലെയാണ് ശ്രദ്ധയിൽപ്പെട്ടത്. വിവരമറിഞ്ഞ് ടൗൺ ഇൻസ്പെക്ടർ PA ബിനുമോഹന്റെ നേതൃത്വത്തിൽ പോലീസെത്തി സ്ഥലത്ത് പരിശോധന നടത്തി. കഴിഞ്ഞ 3 ദിവസം മുൻപാണ് നഗരത്തിലെ ഫോർട്ട് റോഡിലെ മരുന്ന് മൊത്തക്കച്ചവട സ്ഥാപനത്തിന്റെ ചുമര് തുരന്ന് മേശവലിപ്പിൽ നിന്ന് 1,84,000 രൂപ കവർന്നത്. ഇതിന്റെ അന്വേഷണം നടന്നു വരുന്നതിനിടയിലാണ് പോലീസിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള അടുത്ത കവർച്ച. ന്യൂസ് 18 കണ്ണൂർ. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ഇനി ചുരുക്കത്തിൽ. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ പ്രസവ നിർത്തൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ യുവതി മരിച്ചത് ചികിത്സാപ്പിഴവ് മൂലമെന്ന് പരാതി. ആലപ്പുഴ പഴയവീട് സ്വദേശി ശരത്തിന്റെ ഭാര്യ ആശയാണ് മരിച്ചത്. മാലിദ്വീപിലേക്ക് അനധികൃത റിക്രൂട്ടിംഗിലൂടെ പണം തട്ടിയെന്ന പരാതിയിൽ ഓൾഷ കരിയർ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിനെതിരെ കേസ്. തിരുവനന്തപുരം തമ്പാനൂർ പോലീസാണ് കേസെടുത്തത്. മലപ്പുറം പന്തല്ലൂരിൽ യുവതി ഭർത്താവിന്റെ വീട്ടിൽ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർതൃപിതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മരിച്ച തെഹ്ദിലയുടെ ഭർത്താവ് നിസാറിന്റെ പിതാവ് അബൂബക്കറിനെയാണ് അറസ്റ്റ് ചെയ്തത്. മലപ്പുറം ആലത്തൂർപ്പടി മോഷണത്തിനിടെ കള്ളനെ കയ്യോടെ പിടികൂടി. കണ്ണൂർ കക്കാട് സ്വദേശി മുജീബിനെയാണ് അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ കൂട്ടാളിക്ക് വേണ്ടി പോലീസ് അന്വേഷണം തുടങ്ങി. പാലക്കാട് പുതുശ്ശേരി ദേശീയപാതയിൽ നിന്നും രേഖകളില്ലാത്ത 1,80,00,000 രൂപ പിടികൂടി. മുഹമ്മദ് കുട്ടി, മുഹമ്മദ് നിസാർ എന്നിവരെ കസ്റ്റഡിയിലെടുത്തു.
വയനാട്ടിൽ കാപ്പ കേസിൽ ശിക്ഷ കഴിഞ്ഞിറങ്ങിയ പ്രതി മോഷണക്കേസിൽ അറസ്റ്റിൽ. താലപ്പുഴ സ്വദേശി പ്രജീഷിനെയാണ് അറസ്റ്റ് ചെയ്തത്. വയനാട് വൈത്തിരിയിൽ കോളേജ് വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗിക അതിക്രമം കാട്ടിയ യുവാവ് അറസ്റ്റിൽ. വൈത്തിരി പുളിക്കൽ വീട്ടിൽ ഹാരിസിനെയാണ് അറസ്റ്റ് ചെയ്തത്. വയനാട് കോണിച്ചിറയിൽ പോക്സോ കേസിൽ ഉൾപ്പെട്ട ദമ്പതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ കൽപ്പറ്റ കോടതി തള്ളി. പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ പൂതാടി സ്വദേശി പ്രജിതൻ, ഒത്താശ ചെയ്ത ഭാര്യ സുജാന എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് തള്ളിയത്. പാലക്കാട് ഭൂരേഖ തഹസീൽദാർ വി സുധാകരൻ കൈക്കൂലി വാങ്ങുന്നതിനിടെ വിജിലൻസിന്റെ പിടിയിൽ. നഗരത്തിലെ മാളിന്റെ നിയമപ്രശ്നം പരിഹരിക്കാൻ 50,000 രൂപയാണ് അപേക്ഷകളിൽ നിന്നും ഇയാൾ വാങ്ങിയത്. പണം കൈമാറുന്നതിനിടെ വിജിലൻസ് സംഘം കൈയോടെ പിടികൂടുകയായിരുന്നു. ഇത്തരം ആർത്തിക്കാരായ ഉദ്യോഗസ്ഥരെ സർവീസിൽ തുടരാൻ അനുവദിച്ചുകൂടാ. ഇന്നത്തെ പോലീസ് പട്രോൾ പൂർത്തിയാകുന്നു. നമസ്കാരം. നിഖിൽ എന്ന ചേട്ടച്ചൻ. അനിയന് ഓട്ടിസമാണ്. അപ്പം വീട്ടിൽ എനിക്ക് അച്ഛനില്ല, അച്ഛൻ മരിച്ചു. അപ്പം വീട്ടിൽ അമ്മയേ ഉള്ളൂ. അമ്മയ്ക്കും ഇപ്പം അസുഖങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. വീട്ടിൽ അങ്ങനെ നോക്കാനോ ആരും സഹായിക്കാനോ അല്ലെ കൂടെ വയ്ക്കാനോ ആരും ഒന്നുമില്ല. അപ്പം ഞാനാണ് എല്ലാം വീട്ടിലെ കാര്യം നോക്കുന്നത്. പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് ന്യൂസ് 18 വാർത്ത. ഭക്ഷണം അപ്പു തന്നെ കഴിക്കും? അല്ല, ഞാൻ തന്നെ കൊടുക്കണം. അപ്പുവിന് ടോയ്ലറ്റിന്റെ കാര്യങ്ങളാണെങ്കിലും അവന്റെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് ഞാൻ തന്നെ ചെയ്തു കൊടുക്കണം. അപ്പുവിനെയും അമ്മയെയും ചേർത്തു പിടിച്ച് കേരളം. ഞാൻ പുണ്യം ചെയ്യണം, എനിക്കിങ്ങനെ ഒരു മകനെ കിട്ടിയതുകൊണ്ട്. എനിക്ക് ഇത്രയും ആൾക്കാരുടെ റെസ്പോൺസിൽ എനിക്ക് എല്ലാവരുടെ അടുത്തും ഒരു കൂട്ടുകൈ മാറും. നൊമ്പരങ്ങളുടെ കാലം മാറുന്നു. ഹായ് നിഖിൽ, ഭയങ്കര സന്തോഷം. സ്വപ്നങ്ങൾ പൂവണിയുന്നു. +2 പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിന്റെ ഒരു കോഴ്സ് ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനുശേഷം ഒരു ജോലി എല്ലാം വരുന്നൊരു സംഭവമാണ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ജേർണലിസം കരിയറിൽ നമ്മളുടെ മനസ്സ് നിറയ്ക്കുന്ന അനുഭവമാണ് അശ്വതി ഉണ്ടായിരിക്കുന്നത്. നിഖിലിനെയും നിഖിലിന്റെ കുടുംബത്തെയും ഞങ്ങൾ അങ്ങ് എടുത്തു. ന്യൂസ് 18 കേരളം, വാർത്തയുടെ മാനുഷിക മുഖം. ഈ പരിപാടി തിങ്കളാഴ്ച